തൃശ്ശൂരിൽ ഈ പൂട്ടാൻ പോകുന്ന മൃഗശാലയിൽ ഇപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് നോക്കിയാലോ. മാർച്ച് മാസത്തിൽ നല്ല ചൂടുള്ളൊരു സമയത്താണ് ഇവിടെ എത്തിയത്. ടിക്കറ്റിനാണെങ്കിൽ 20 രൂപയാണ്, ക്യാമറയ്ക്കാണെങ്കിൽ 25ഉം, സാധാരണ വീഡിയോ ക്യാമറയ്ക്ക് 100ഉം, പ്രൊഫഷണൽ ക്യാമറയ്ക്കാണെങ്കിൽ 1500ഉമാണ് റേറ്റ്. നമ്മൾ കയറി വരുന്നിടത്ത് തന്നെയുള്ള കൂടുകളിൽ പലതരത്തിലുള്ള തത്തകളാണ്. മോതിരത്തത്തയും ആഫ്രിക്കൻ ചാരത്തത്തയും പഞ്ചവർണ്ണ തത്തയും ഒക്കെയാണവ. പക്ഷെ എല്ലാവരും നല്ല ബിസി ആയിരുന്നു കേട്ടോ. ഇന്ത്യയിൽ കാണപ്പെടുന്ന തത്തകളിൽ ഏറ്റവും വലിയ തത്തയാണ് പഞ്ചവർണ്ണ തത്ത. നമ്മുടെ ക്യാമറ കണ്ടവൻ നമ്മളെ ഒന്ന് എത്തി നോക്കിയെങ്കിലും പിന്നെയും പഴയ തിരക്കുകളിലേക്ക് തന്നെ പോയി. പഞ്ചവർണ്ണത്തത്തയും മോതിരത്തത്തയും ഒക്കെ 70 to 80 വർഷം വരെയെങ്കിലും ജീവിക്കും. എന്നാൽ നമ്മുടെ പാവം ആഫ്രിക്കൻ ചാരത്തത്ത അത് 10 to 15 വർഷം വരെ മാത്രമാണ് ജീവിക്കുന്നത്. ഈ കൂടിൻ്റെ കമ്പീഴകൾ ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ ക്യാമറയ്ക്കുള്ളിൽ ഇവയെ കിട്ടാൻ നല്ല പാടായിരുന്നു. സൂവിനുള്ളിൽ നല്ല ചൂടാണെങ്കിലും നല്ല തണലേകുന്ന ധാരാളം മരങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പക്ഷിയെയാണ്. നല്ലൊരു അടിപൊളി പേരാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്, റിയ. നമ്മുടെ ഒട്ടകപ്പക്ഷീനെ പോലെയും എമൂനെ പോലെയൊക്കെ തന്നെയുള്ളൊരു പക്ഷിയാണ് റിയയും. 5 ദിവസം കൊണ്ട് ഏകദേശം 7 തൊട്ട് 10 മുട്ടകൾ വരെയാണ് റിയ ഇടുന്നത്. ബാക്കി പണി കിട്ടുന്നതാകട്ടെ ആൺ റിയകൾക്കാണ്. അവരാണ് മുട്ടയ്ക്ക് അടയിരിക്കേണ്ടതും കൂടുണ്ടാക്കുന്നതുമെല്ലാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കരിങ്കൊക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീ കൊക്കെന്നൊക്കെ അറിയപ്പെടുന്ന കാണാൻ നല്ല രസമുള്ളൊരു കൊക്കിനെയാണ്. സൗത്ത് ഏഷ്യയിലും അല്ലെങ്കിൽ ആഫ്രിക്കൻ വെറ്റ്ലാൻഡിലൊക്കെയാണ് ഇവയെ കാണപ്പെടുന്നത്. 20 മുതൽ 25 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. തൊട്ടടുത്ത കൂട്ടിലാണ് നമ്മുടെ ഈ കൃഷ്ണപ്പരുന്തുകളുള്ളത്. ഈ കൂട്ടിലാകെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത അയൽവാസികളുമായിട്ട് ഇവരത്ര കമ്പനി അല്ലാന്ന് തോന്നുന്നു. ദേ ഈ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുന്ന കൂമന്മാരാണ് അവരുടെ അയൽവാസികൾ. ഇവൻ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ളവർ അപ്പുറത്തിരിപ്പുണ്ട്. ഇവിടെ ഞാൻ കണ്ട പക്ഷികളിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ കൂമന്മാരെയാണ്. ഏഷ്യയിലെ ഉഷ്ണമേഖല വനപ്രദേശത്ത് കാണുന്ന ഇവന്മാർ 10 to 15 വർഷം വരെയാണ് ജീവിക്കുന്നത്. പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും ചെടികളും ഒക്കെയുള്ള ഗാർഡൻസ് സൂവിൻ്റെ പല സ്ഥലങ്ങളിലുമുണ്ട്. ഈ നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഇവിടെയുള്ള മരങ്ങളൊക്കെ കണ്ടു നടക്കുന്നതും ഒരു രസം തന്നെയാണ്. നമ്മുടെ തൃശ്ശൂരിലെ പുത്തൂരിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കുകളിലൊന്ന് വരുന്നത്. ഏകദേശം അവിടുത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മൃഗങ്ങളെയെല്ലാം അവർ പതുക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് ഇത്തരം മൃഗങ്ങളെ മാറ്റുക എന്നതും പാടായതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ കൂടി ഈ സൂ ഇവിടെ കാണും. ഈ കൂട്ടിലുള്ളത് ചെന്നായ്ക്കളാണ്. നിർത്താതെ ഓട്ടമാണ് അവന്മാർ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ കാണുന്ന നമ്മുടെ സ്വന്തം കുറുക്കന്മാരെയാണ്. 15 തൊട്ട് 20 വർഷം വരെയാണ് ഇവർ ജീവിക്കുന്നത്. നല്ലപോലെ ഇവരെ കാണാൻ സാധിക്കും, കാരണം ഇവന്മാരൊരു കൂട്ടിലല്ല കിടക്കുന്നത്. ഇവർ ഇട്ടിരിക്കുന്ന വലിയൊരു ഓപ്പൺ സ്പേസിലാണ്. ഒരു വലിയ കിടങ്ങും അതിനു ചുറ്റും വലിയ മതിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവന്മാരെന്തായാലും പുറത്തേ അടുത്തൊന്നുമില്ല. ഇതിനുള്ളിൽ 4 കുറുക്കന്മാരാണ്. എല്ലാവരും ഏകദേശം ഒരേ സൈസ് തന്നെ. ഈ നിൽക്കുന്നവൻ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുള്ള നിപ്പാണ്. കുറുക്കന്മാർ പൊതുവെ നാണക്കാരായിട്ടുള്ള നമുക്കധികം പിടിതരാത്തൊരു മൃഗമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണെങ്കിലും ഇവർക്ക് നല്ല കഴിവാണ്. ഇവിടെയുള്ള 4 പേരും നല്ല ആക്റ്റീവാണ്. നമ്മുടെ ചെന്നായ്ക്കളെ പോലെ തന്നെ എപ്പോഴും ഓട്ടമാണ് ഇതിനുള്ളിൽ. ഈ ഓപ്പൺ സ്പേസിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു കുളമുണ്ട്. ഈ ഓടുന്ന ഓട്ടം അതിലൊരു കുളി പാസ്സാക്കാനാണ്. എല്ലാ മൃഗങ്ങൾക്കും ശരിക്കും ഇതുപോലെ ഒരു ഓപ്പൺ കേജാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ ഫ്രീഡവും വിസിറ്റേഴ്സിനാണെങ്കിൽ ഇവരെ നല്ലപോലെ കാണാനും സാധിക്കും. സൂവിൻ്റെ ഉള്ളിലുള്ള ആർട്ട് മ്യൂസിയമാണിത്. സമയക്കുറവ് മൂലം നമുക്കതിനുള്ളിൽ കയറാൻ സാധിച്ചില്ല. ഇനി ഒരിക്കലും വേണം ഇവിടെ വന്ന് ഇവിടുത്തെ മ്യൂസിയംസ് എല്ലാം ഒന്ന് കാണാൻ. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനൊക്കെ കണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന 2 ബെഡാ ടീമുകളെയാണ്. ഒട്ടകപ്പക്ഷികൾ. ഇവിടെയുള്ള 2 പേരും നല്ല സൈസാണ്. ആഫ്രിക്കൻ സ്വദേശികളായ ഇവന്മാർക്ക് 70 കിലോമീറ്റർ സ്പീഡിലെങ്കിലും ഓടാൻ സാധിക്കും. 40 തൊട്ട് 45 വർഷം വരെയാണ് ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. പറക്കാൻ പറ്റാത്ത എന്നാൽ നല്ല ഓട്ടക്കാരായ ഇവന്മാർക്ക് 63 മുതൽ ഏകദേശം 145 കിലോ വരെയാണ് തൂക്കം വെക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള തൂവലും നല്ല ബലിഷ്ഠമായ കാലും കഴുത്തുമൊക്കെയാണ് ഇവയ്ക്കുള്ളത്. എന്തൊക്കെയോ കൊത്തിപ്പിറക്കി നിൽക്കുന്ന നമ്മുടെ ഈ ഒട്ടകപ്പക്ഷിയെ നോക്കി നിന്നപ്പോഴാണ്
തൊട്ടപ്പുറത്തെ കൂട്ടിൽ നിന്നും വളരെ ദയനീയമായിട്ട് ഒരാൾ നമ്മളെ നോക്കി നിൽക്കുന്നത് കണ്ടത്. ഒരു പുള്ളിമാനാണ്. നമ്മളെ നോക്കി എന്തൊക്കെയോ തിന്നുകൊണ്ടുള്ള നിപ്പാണ്. ഈ സൂവിലാണെങ്കിൽ ധാരാളം പുള്ളിമാനുകളുണ്ട്. പക്ഷേ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അയ്യോഭാവം തോന്നും. ഇതിലൂടെ ഈ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് നടന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്, പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെങ്കിലും കമ്പിവേലികൾക്ക് പകരം നല്ല ഗ്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടിയാനെ. നമ്മുടെ മൈസൂർ സൂ പോലെ. ഈ തണലൊക്കെ പറ്റി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വലിയ കൂട്ടം മ്ലാവിനെയും ഹിപ്പപ്പൊട്ടാമസുകളെയുമാണ്. വലിയൊരു ഓപ്പൺ സ്പേസിലാണ് ഈ മ്ലാവുകളെ ഇട്ടിരിക്കുന്നത്. ഈ ഓപ്പൺ സ്പേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചാണ് ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. മ്ലാവുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കലമാൻ എന്ന്. ഈ കിടക്കുന്നവരെല്ലാം പെൺ മ്ലാവുകളാണ്. ആൺ കലമാനുകൾക്കാണെങ്കിൽ നല്ല രസമുള്ള വലിയ കൊമ്പുകളാണ്. നല്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒട്ടുമിക്ക മ്ലാവുകളും വിശ്രമത്തിലാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇവയുടെ പേര് സാമ്പാ ഡിയർ എന്നാണ്. ഇന്ത്യയിലും തെക്കൻ ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലൊക്കെയാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. ഹണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവയെ കുറച്ച് ഓസ്ട്രേലിയയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. നല്ലൊരു ഒത്ത കലമാന് ഏകദേശം 500 കിലോ എങ്കിലും ഭാരം വരും. കുറച്ചാളുകൾ അവിടെ വെള്ളം കുടിക്കുന്നത് കണ്ടോ? കുറച്ച് പേര് ഇവിടെ തണൽ പറ്റി കിടക്കുകയുമാണ്. ഇവിടെ ഇത്രയും തണലേകുന്നത് ഈ അശോകമരമാണ്. ഇലയൊക്കെ ഇത്രയും തിക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തണലാണ് ഈ വെയിലത്തും. അശോകമരം മാത്രമല്ല, ഈ ഏരിയയിൽ നമ്മുടെ കണ്ണിലുടക്കുന്ന വേറെ 2 മരങ്ങൾ കൂടിയുണ്ട്. ഇതാണ് നാഗലിംഗ മരം. കൈലാസപതി എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ കാനൺ ബോൾ ട്രീ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിൻ്റെ കായ്കൾ പീരങ്കീട് ഉണ്ട പോലെയാണ് ഇരിക്കുന്നത്. അടുത്തത് നമ്മുടെ ഇത്തിമരമാണ്. ഇന്ത്യൻ ലോറൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ധാരാളം വള്ളികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ചന്തമാണ്. കാട്ടിലെ ഏറ്റവും വലിയ കലിപ്പന്മാരുടെ അടുത്തേക്കാണ് ഇനി നമ്മുടെ പോക്ക്. ഹിപ്പോകൾ, നീർക്കുതിര അല്ലെങ്കിൽ റിവർ ഹോഴ്സ് എന്നൊക്കെയാണ് മറ്റു പേരുകൾ. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പകല് ഫുള്ള് വെള്ളത്തിലായിരിക്കും ഇവരുടെ ജീവിതം. ഇതേ ഇതുപോലെ ഫുള്ള് വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഇടയ്ക്ക് തലയൊക്കെ പൊക്കി നോക്കി ശ്വാസമൊക്കെ എടുത്ത് വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ പോകും. എലിഫൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വെയിറ്റുള്ള ജീവി ഇവന്മാരാണ്. 1300 മുതൽ 2000 കിലോയ്ക്ക് മേലെയാണ് ഭാരം. ലൈഫ് സ്പാൻ ഏകദേശം 40 തൊട്ട് 50 വർഷം വരെയാണ്. ഹിപ്പോകളുടെ കൂടിന് മുന്നിലാണ് കലമാനുകളെ ഇട്ടിരിക്കുന്ന കൂടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളിൽ ഒന്നാണ് നമ്മുടെ ഈ തൃശ്ശൂരുള്ളത്. 13.5 ഏക്കറിൽ 1885 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പാർക്ക് ഇവിടെയുണ്ട്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മാത്രമാണ് അതിനുള്ളിലേക്ക് എൻട്രി. പുത്തൂരിലെ ആ സുവോളജിക്കൽ പാർക്ക് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ പാർക്ക് വെറും 13.5 ഏക്കർ മാത്രമാണെങ്കിൽ ആ പാർക്ക് 300 ഏക്കറിലാണ്. യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ കാണപ്പെടുന്ന റോസി പെലിക്കനാണിത്. വെള്ള പെലിക്കൻ എന്നൊരു പേരുമുണ്ട്. എന്തായാലും നമുക്കൊരു മൈൻഡ് ഒന്നും തന്നില്ല. പടുകൂറ്റ മരങ്ങളുടെയൊക്കെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ കാണാൻ പോകുന്ന ശരിക്കും ഒരു ബാഹുബലിയുടെ അടുത്തേക്കാണ്. അവൻ്റെ പേര് തന്നെ അടിപൊളിയാണ്, മിഥുൻ. ഗയാൻ എന്നൊരു വട്ടപ്പേരും കൂടി ഉണ്ട് ഇവന്. ഇന്ത്യ തന്നെയാണ് സ്വദേശം ഇവൻ്റെ. നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവൻ വരുന്നത്. ശരിക്കും ഇവന്മാർ കാട്ടുപോത്തിൻ്റെ ഒരു സങ്കരയിനം കൂടിയാണ്. ഈ സൈസും ഈ മസിലൊക്കെ ആരും ഒന്ന് നോക്കി നിന്ന് പോകും. പുള്ളിമാനുകളെ പല കൂടുകളിലാക്കിയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളതും അതുപോലെ തന്നെ നല്ല വലിയ കൊമ്പോട് കൂടിയുള്ള ആൺ പുള്ളിമാനുകളെയാണ് ഈ കൂട്ടിൽ കണ്ടത്. എല്ലാവരും നല്ല തിരക്ക് പിടിച്ച ഫുഡടിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നൊരു വഞ്ചിയാണ്. ഗ്ലാസ്സിലൊക്കെ ഫുള്ള് പൊടിയും പിന്നെ ലൈറ്റിൻ്റെ ഗ്ലെയറൊക്കെ അടിക്കുന്നതുകൊണ്ട് അത്ര നന്നായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഒരു 3D തിയേറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ റണ്ണിങ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ മറ്റൊരു വലിയ മിഥുനെയും നമുക്കിവിടെ കാണാം. എന്തൊക്കെയോ ഓർത്ത് അയവെട്ടി ഇരിക്കുകയാണ് അവൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് ഭീകരന്മാരെയാണ്. നമ്മുടെ ഗിർ ഫോറസ്റ്റിലുള്ള സിംഹരാജാവാണ് ആദ്യത്തെ ഭീകരൻ. നമ്മളെ കണ്ടപാടെ അവൻ നന്നായിട്ടൊന്ന് അലറി. ഞാൻ ആദ്യമായിട്ടാണ് സിംഹത്തിൻ്റെ ഗർജന ഇത്രയും അടുത്തുനിന്ന് കേൾക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് സിംഹത്തിൻ്റെ ഗർജന ഏകദേശം 7 കിലോമീറ്റർ അകലെ വരെ എത്തുമെന്നാണ്. ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 25 തൊട്ട് 30 വർഷം വരെയാണ്. അതുപോലെ ക്യാറ്റ് ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഏക ജീവി അത് നമ്മുടെ ഈ സിംഹങ്ങളാണ്. പുത്തൂരിലെങ്കിലും ഈ കമ്പികൾക്ക് പകരം നല്ല ഗ്ലാസ് ആയിരുന്നെങ്കിൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടിയേനെ.
കടുവയെക്കുറിച്ചുള്ള വിവരമൊക്കെ ഇവിടെ കണ്ടെങ്കിലും കടുവയെ മാത്രം കണ്ടില്ല ഇവിടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലെപ്പേഡ് അല്ലെങ്കിൽ പുള്ളിപ്പുലികളെയാണ്. ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ കാണപ്പെടുന്ന ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 15 തൊട്ട് 20 വർഷം വരെയാണ്. കൂടിൻ്റെ കമ്പിയിഴകൾ ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ അവനെ ഒന്ന് ഫോക്കസ് ചെയ്ത് കിട്ടാൻ നല്ല പാടായിരുന്നു. തൊട്ടപ്പുറയുള്ള കൂട്ടിലും മറ്റൊരു പുള്ളിപ്പുലിയും കൂടിയുണ്ട്. കൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് അവൻ. പുള്ളിപ്പുലിയുടെ കൂടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കുരങ്ങന്മാരുടെ ഫാമിലി ഉള്ളത്. 3 പേരായിരുന്നു ഈ കൂട്ടിൽ. കുറച്ച് സമയം കുരങ്ങൻ കുഞ്ഞിൻ്റെ കളിയൊക്കെ നോക്കി നിന്നിട്ട് പിന്നീട് നമ്മൾ കാണാൻ പോയത് കുറച്ച് കുഞ്ഞു ജീവികളെയായിരുന്നു. ആ കുഞ്ഞു ജീവികളിൽ ഒന്നാമനാണ് ഈ മരപ്പട്ടി. 10 തൊട്ട് 15 വർഷം വരെ ജീവിക്കുന്ന ഇവന്മാർ പനയിലൊക്കെ കയറി കള്ളൊക്കെ കട്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് മറ്റൊരു വട്ടപ്പേരും കൂടിയുണ്ട്, കള്ളുണ്ണി. ആശാൻ ഉറക്കമാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സുന്ദരിയും സുന്ദരന്മാരായിട്ടുള്ള കോഴികളെയാണ്. ചൈനക്കാരായിട്ടുള്ള സ്വർണ്ണക്കോഴിയാണ് നമ്മൾ ഈ കൂട്ടി കാണുന്നത്. മറ്റു കോഴികളെയൊക്കെ കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ കാഴ്ചകളാണ് ഇനി മൃഗശാലയുള്ളതെന്ന് നോക്കാം. ഇനി നമ്മൾ പോകുന്നത് ഗരിയൽ എന്ന് വിളിക്കുന്ന നമ്മുടെ മീൻ മുതലേ കാണാൻ വേണ്ടിയാണ്. ഇന്ത്യനാണ് ഇവർ. നമ്മുടെ ഗംഗയുടെ തീരങ്ങളിലൊക്കെയാണ് ഇവരെ കണ്ടുവരുന്നത്. ഇവയുടെ വായുഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. വളരെ നീണ്ട് മെല്ലിച്ചാണ് ഇവരുടെ വായുഭാഗം ഇരിക്കുന്നത്. ആൺമുതലുകൾക്കാണ് അങ്ങനെ മൂക്കിൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ട പോലെ കാണപ്പെടുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ പാമ്പ് വർഗ്ഗങ്ങളെയാണ്. ഈ സൂവിൽ എനിക്ക് കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടാതിരുന്ന ഒരു സെക്ഷനാണ് ഈ പാമ്പുകളുടെ സെക്ഷൻ. ഒരുപക്ഷെ ഈ പാമ്പുകളെ ഇട്ടിരുന്ന ആ ഒരു കൂടിൻ്റെയും അതുപോലെ തന്നെ അതിനെ പ്രസൻറ്റ് ചെയ്ത ഒരു രീതിയുടെയൊക്കെ ഒരു കുഴപ്പം കൊണ്ടൊക്കെ ആവാം ഇതെനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടാതെ പോയത്. നമ്മളീ കാണുന്ന പോലെ വളരെ ചെറിയൊരു കൂട്ടിലാണ് ഇവയെ ഇട്ടിരിക്കുന്നത്. മിക്ക കൂടിൻ്റെയും ഗ്ലാസ്സുകളിലൊക്കെ ധാരാളം പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഒരു ലൈറ്റൊക്കെ ഉള്ളിൽ കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നല്ല രീതിയിലൊന്നും പാമ്പുകളെ കാണാൻ പറ്റത്തില്ല. എന്നാൽ ശംഖുവരയനും കരിമൂർക്കനുമൊക്കെയായി ഒട്ടുമിക്ക പാമ്പുകളും ഇവിടെയുണ്ട്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് വരുന്നതോടുകൂടി ഈ സൂ ഓർമ്മയാവും. പഴയ സൂ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.